നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശിയോട് ആർക്കാണെങ്കിലേ വൈരാഗ്യമുള്ളത്? മുത്തശ്ശിയുടെ ലോകം മുത്തച്ഛനാ. മുത്തച്ഛന്റെ കാര്യങ്ങൾ നോക്കിക്കഴിയുന്ന മുത്തശ്ശിയുടെ ജീവൻ ആർക്കാ വേണ്ടത്? അമ്മയെ ലക്ഷ്യം വെച്ച് തന്നെ ഒരാൾ വരണമെന്നുണ്ടോ? ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും ലക്ഷ്യം വെച്ച് വന്നാണെങ്കിലും അതിലമ്മ വന്ന് പെട്ടുപോയതായിക്കൂടെ സഞ്ജു? അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ നിരപരാധികൾ ബലിയാടായിട്ടുണ്ട്. ചെറിയച്ചൻ പറയുന്നതിൽ കാര്യമുണ്ട് സഞ്ജു. അമ്മ തുണികൾ എടുക്കാൻ ടെറസിലേക്ക് പോയ കാര്യം എല്ലാരും അറിഞ്ഞതാ. അമ്മൂനെ വിളിക്കാനാ മുത്തശ്ശി പിന്നാലെ പോയത്. ആ സമയം അമ്മു അച്ഛന്റെ മുറിയിൽ വിളക്ക് വെക്കാൻ പോയതായി അവള് പറയുന്നുണ്ട്. അമ്മൂനെ ലക്ഷ്യം വെച്ച് വന്നതായിക്കൂടെ? ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് അച്ഛനും അമ്മയും കാവേരിയും പിന്നെ കവിതയും മാത്രമാണ്. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണ്. നമ്മൾ പുറത്താണെന്ന് അറിഞ്ഞു വെച്ചല്ലേ ഈ സംഭവം നടത്തിയിരിക്കുന്നത്. അത് ശരിയാ. സത്യം കണ്ടെത്താൻ ഒരു വഴിയുണ്ട്. CCTV ക്യാമറ പരിശോധിച്ചാൽ മാത്രം മതി. ആരെങ്കിലും വീട്ടിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താനാവും. സഞ്ജു, നമുക്ക് CCTV ക്യാമറയുടെ ഫുട്ടേജ് എടുക്കാം. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ടല്ലോ. ഈ സംഭവം നടന്ന ആ സമയത്ത് ഈ വീട്ടിലെ എല്ലാ CCTVയും ഓഫാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ആ സമയം CCTV ഓഫായിരിക്കുക. അപ്പോ അത് മനഃപൂർവ്വം ആരോ ഓഫാക്കിയതാ. അത് ഈ വീട്ടിൽ പിന്നെ ആര് ചെയ്യാനാ? ആരും ആവാം. കുറെ ദിവസങ്ങളായി ഈ വീട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ നടക്കുന്നത്. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ സത്യം എങ്ങനെ തെളിയിക്ക? ദേവി, ഇതെന്തൊരു പരീക്ഷണം! അങ്ങനെ മനഃപൂർവ്വം ആരെങ്കിലും CCTV ഓഫാക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, മുത്തശ്ശിയുടേത് ഒരു സ്വാഭാവിക വീഴ്ചയല്ല. ആരോ മനഃപൂർവ്വം ചെയ്ത. അങ്ങനെ എനിക്ക് തോന്നി. ശരി, അങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് കരുതാം. പക്ഷേ അതിന് യാതൊരു തെളിവും ഇല്ലല്ലോ. ഇനി എങ്ങനെയാ ആ സത്യം തെളിയിക്കാനാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നടന്ന എല്ലാ കാര്യങ്ങളിലും ദുരൂഹതയുണ്ട്. മുത്തശ്ശി എങ്ങനെയോ മരിച്ചു. ആ സത്യം എനിക്ക് കണ്ടെത്തണം. അതിപ്പോ എന്റെ ഏറ്റവും വലിയ ആവശ്യം. ഈ ഒരു തെളിവ് നശിപ്പിക്കാൻ പറ്റുള്ളൂ. ദേവി എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെയും ഞാൻ ആ സത്യം തെളിയിക്കും. അത് എന്റെ ആവശ്യം, എന്റെ വാശിയാ. ഉറപ്പായും ആ സത്യം ഞാൻ കണ്ടെത്തും. കാറിന്ന് ആരെങ്കിലും ഇറങ്ങുന്നത് പ്രമിള ചേച്ചി ശ്രദ്ധിച്ചോ? അത് കാണാൻ പറ്റിയില്ല. ഞാനതത്ര കാര്യമാക്കില്ല, അതാണ് സത്യം. പോലീസൊക്കെ വന്നപ്പോഴാ ഞാനത് ഓർത്തത്.
അവിടെ വിളിയും കരച്ചിലൊക്കെ കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ നല്ല സ്പീഡിൽ ഒരു കാർ പാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അത് ആ കാറാണോന്ന് വ്യക്തമായില്ല. എല്ലാം ഒരു സംശയങ്ങളാണേ. ഉറപ്പില്ലാത്തൊരു കാര്യം എങ്ങനെ പുറത്തു പറയുമെന്ന് കരുതി ആരോടും പറയാതിരുന്നതാ. ആ എന്നാ പിന്നെ കാണാം. മോൻ സ്കൂളിൽ നിന്ന് വന്നു. ശരി ചേച്ചി. ആ ശരി. കണ്ണൊന്ന് ചിമ്മുമ്പോ മനസ്സിൽ തെളിയുന്നത് മുത്തശ്ശിയുടെ മുഖം. മുത്തശ്ശനെ കാണാനും സഞ്ജു ധൈര്യമില്ലാത്തത്. കരഞ്ഞു പോവും. നമ്മളെപ്പോലെ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ മുത്തശ്ശനും മുത്തശ്ശിയും. ഒരിക്കൽ മുത്തശ്ശി തീർത്ഥയാത്ര പോയപ്പോ മുത്തശ്ശൻ അനുഭവിച്ച വീർപ്പുമുട്ടൽ ഞാൻ കണ്ടതാ. ഒരു നിമിഷം പിരിഞ്ഞിരിക്കാൻ അവർക്ക് കഴിയില്ല. ആ മുത്തശ്ശന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന. മുത്തശ്ശി പറയാറുള്ളൊരു കാര്യമുണ്ട്. മുത്തശ്ശനിപ്പോ ഇടയ്ക്കിടെ അത് പറഞ്ഞ പൊട്ടിക്കരയുന്നു. മുത്തശ്ശൻ ആദ്യം പോയിട്ട് മുത്തശ്ശി പോവാമെന്ന്. അവസാന നിമിഷം വരെ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമായിരുന്നു അത്. അത് സത്യമായ കാര്യോ? ഭാര്യ നഷ്ടമായാൽ ഭർത്താവിന് പിന്നെ എന്ത് ജീവിതം ഉള്ളത്? സമയത്തിന് മരുന്ന് കഴിച്ചോന്ന് ചോദിക്കാൻ ഭാര്യ തന്നെ കൂടെ വേണം. നമ്മുടെ മുത്തശ്ശൻ ശരിക്കും അനാഥനായി. ഇനി മുത്തശ്ശൻ അധികം ആയുസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജു, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. മുത്തശ്ശി കാല് തെറ്റി വീണതൊന്നും അല്ല സഞ്ജു. ടെറസിൽ പോവാറുള്ളതല്ലേ മുത്തശ്ശി. ആരും ഇതിനു പിന്നിലുണ്ട്. ചേച്ചി, എന്താമോ? നമ്മുടെ CCTV ക്യാമറകളല്ലേ ഓഫ് ആയത്? അതെ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞു. മുത്തശ്ശി മരിക്കുന്ന ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി നമ്മുടെ വീടിന്റെ പിന്നിലെ ഗേറ്റിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് കണ്ടെന്നാ പറഞ്ഞ. സഞ്ജു, പുറത്തുനിന്ന് ആരോ വന്നത് തന്നെയാ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? അവരുടെ വീട്ടിലെ CCTV ക്യാമറയില് അതൊക്കെ തെളിഞ്ഞു കാണില്ലേ? അതെ, കാറ് വന്നത് സത്യമാണെങ്കിൽ അവരുടെ ക്യാമറയിൽ ഉറപ്പായിട്ടത് പതിയാണ്. അമ്മ, നീ ദിനേശനെ കൊണ്ടിട്ടുണ്ടോ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.